ഫ്രണ്ട്സ് നമ്മളങ്ങനെ അതാ എയർപോർട്ടിലൊക്കെ എത്തി. നമ്മുടെ ഫ്ലൈറ്റ്സൊക്കെ പുറത്ത് വന്ന് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ആസ്വദിച്ചു. അതുപോലെ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് വളരെയധികം എനർജി ആയിരുന്നു, കാരണം നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ വളരെയധികം എനർജിയോട് കൂടി തന്നെ ലഗേജുകളൊക്കെ എടുത്തു വെച്ചു. എല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും. അതുപോലെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡൊക്കെ കിട്ടി. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് തന്നെ ഫുഡൊക്കെ കഴിച്ചു, വളരെയധികം എൻജോയ് ചെയ്തു. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിൻഡോ സീറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വിൻഡോ സീറ്റ് തന്നെ എടുത്തു. അതുപോലെ വിൻഡോ സീറ്റിൻ്റെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വളരെയധികം ആസ്വദിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലാണ് നമ്മൾ വന്നിറങ്ങിയത്, ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ഫർട്ടിൽ നമ്മൾ കുറച്ചൊക്കെ കറങ്ങി നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു. എയർപോർട്ടിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ. അതുപോലെ യൂറോ ആണ് അവിടുത്തെ കറൻസി. അപ്പോൾ നമ്മൾ യൂറോ കറൻസിയിൽ നമ്മൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിച്ചു. അപ്പോൾ അവിടുന്ന് സാലഡും പിന്നെ പിസ്സയൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പിസ്സയായിരുന്നു. അവർ ചൂടാക്കി നല്ല ഫ്രഷായിട്ട് തന്നെ തന്നിരുന്നു. അതുപോലെ സാലഡായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സാലഡ്, നമ്മുടെ ചിക്ക് പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാലഡിൽ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിരുന്നു. നമുക്ക് ഇതെല്ലാം കൂടി, അതായത് ചിക്ക് പീസ് ഇട്ട സാലഡും പിന്നെ അതുപോലെ ഒരു 3 പിസ്സയാണെന്ന് തോന്നുന്നു, 3 പീസസ് ഓഫ് പിസ്സ. അതിന് നമുക്ക് പിന്നെ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിനെല്ലാം കൂടി നമുക്ക് $50 ആണ് നമുക്ക് ആയത്. അതായത് യൂറോയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ കാർഡ് വെച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ കുറച്ച് നേരം അങ്ങിങ്ങൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറി നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ്. നമ്മളതാ അങ്ങനെ വീടെത്തിയിരിക്കുകയാണ്. കൂടുതൽ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടയേർഡായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഇത്രയൊക്കെ വീഡിയോസ് കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് പറയാം. കാരണം 3 ഫ്ലൈറ്റ്സൊക്കെ കയറി ഇത്രയും സമയം എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വളരെയധികം ടയേർഡായിരുന്നു.